പകുതിയിലെ തട്ടിപ്പ് മണി ചെയിൻ എന്ന് സംബന്ധിച്ച ആനന്ദോ കൃഷ്ണന് CSR ഫണ്ടിൽ നിന്നും ₹1 പോലും തനിക്ക് ലഭിച്ചില്ലെന്നും ആനന്ദു അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ആരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം, ഇത് മണി ചെയിൻ ആണെന്ന് നമുക്ക് ഏകദേശം നേരത്തെ തന്നെ വ്യക്തമായതാണ്. പക്ഷെ നമ്മുടെ നാട്ടുകാരൊക്കെ ഇനിയും പോയി ഇതുപോലുള്ള തട്ടിപ്പുകളിൽ വീഴുന്നോ അല്ലോ എന്ന് കാണുമ്പോഴാണ് സത്യത്തിൽ അത്ഭുതം തോന്നുന്നത്. എത്ര കിട്ടിയാലും പഠിക്കാത്ത ആളുകളായി നമ്മുടെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ക്രൈംബ്രാഞ്ചിനോടാണ് ഇപ്പോൾ ആനന്ദു കൃഷ്ണൻ സമ്മതിച്ചിരിക്കുന്നത് മണി ചെയിൻ തട്ടിപ്പ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അമൽനാഥ്, ഗുഡ് മോർണിംഗ്. മനു അൻവിൻഷ, ഗുഡ് മോർണിംഗ്. അമലെ ഇതുപോലെ ഏതെങ്കിലും തട്ടിപ്പിന് പോയിട്ട് തലവെച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അറിയാതെങ്കിലും ചോദിച്ചു നോക്കട്ടെ. ഇല്ല, നിലവിൽ ഇതുവരെ ഇത്തരത്തിൽ തട്ടിപ്പിലൊന്നും ഇരയായിട്ടില്ല. ഉള്ളത് കൊണ്ട് സമാധാനത്തോടെ അങ്ങ് ജീവിച്ചു പോകുന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിക്കുന്നത്, അതാണ് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത്. സമാധാനം നിലനിൽക്കട്ടെ. അതെ, ആ സമാധാനം നിലനിർത്തിക്കൊണ്ട് തന്നെ വാർത്തയിലേക്ക് എത്താം. അമൽ, ഇതിപ്പോൾ മണി ചെയിൻ തട്ടിപ്പാണെന്ന് ഇയാൾ സമ്മതിക്കുന്നു, ആനന്ദു കൃഷ്ണൻ സമ്മതിക്കുന്നു. ഇത്രയധികം പണം കടന്നുപോയല്ലോ ഈ അക്കൗണ്ടുകളിലൂടെ. ഇതൊക്കെ ആരിലേക്ക് പോയി, ഏത് വഴി പോയി എന്നതിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ചിനോട് ഇയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മനു, കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലാണ് താൻ നടത്തിയത് ഈ മണി ചെയിൻ ആണ് എന്ന് ഇദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പകുതി വിലയ്ക്ക് വാഹനങ്ങളും ഒപ്പം തന്നെ മറ്റു ഉപകരണങ്ങളടക്കം നൽകാമെന്ന് പറഞ്ഞ് ആൾക്കാരെ ആകർഷിക്കുകയും അവർക്ക്, അതായത് തന്നെ സമീപിച്ചതിൽ ഭൂരിഭാഗം പേരിലേക്കും ഇത്തരത്തിൽ വാഹനങ്ങളും ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. വളരെ കുറച്ചു പേർക്ക് മാത്രമായിരുന്നു ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരെ വെച്ച് കൂടുതൽ പരസ്യം ചെയ്ത് കൂടുതൽ ആൾക്കാരെ തന്നിലേക്ക് എത്തിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഈ CSR ഫണ്ടിൽ നിന്നും ഒന്നും തന്നെ തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ഇദ്ദേഹത്തിലേക്ക് വന്ന ഈ പണം എവിടേക്ക് പോയി എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഏകദേശം 11ഓളം അക്കൗണ്ടുകളിൽ നിന്നും 248 കോടികൾ ഇദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പണം ആരുടെ കൈകളിലേക്ക് പോയി, എന്തിനൊക്കെ ഉപയോഗിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഈ ഒരു പണത്തിൽ വലിയൊരു പങ്ക് ഈ സ്ഥലങ്ങൾ വാങ്ങാനും മറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വാഹനങ്ങൾ വാങ്ങാനും മറ്റുമായി ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും പണം ബാക്കി വരേണ്ടതാണ്. ഈ ഒരു തുക ആരിലേക്ക് എത്തിയത് എന്ന് വളരെ വ്യക്തമാകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നിലവിൽ തുടരുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. വളരെ പ്ലാനിങ്ങോടുകൂടി തന്നെയായിരുന്നു ഈ ആനന്ദു കൃഷ്ണൻ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പം ആളുകളിലേക്ക് മാത്രം ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ വാങ്ങി നൽകുകയും അവർ വഴി വലിയ രീതിയിലുള്ള പ്രൊമോഷൻ ഈ പദ്ധതിക്ക് നൽകുകയുമായിരുന്നു. ഇവരുടെ ഈ വാക്കുകൾ വിശ്വസിച്ച് കൂടുതൽ പേർ ഈ ആനന്ദു കൃഷ്ണനെ സമീപിക്കുകയും ഇത്തരത്തിൽ പണം നൽകുകയുമായിരുന്നു. ഏകദേശം 20,000-ഓളം മുകളിൽ ആളുകൾ 60,000 രൂപയും ഒപ്പം തന്നെ ഏകദേശം 4,000-ന് മുകളിൽ ആളുകൾ 56,000 രൂപ വെച്ചുമായിരുന്നു ആനന്ദു കൃഷ്ണന് നൽകിയത് എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇതിൽ ഈ തുക എവിടേക്ക് പോയി എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതകൾ വരേണ്ടിയിരിക്കുന്നു. 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് ക്രൈംബ്രാഞ്ചിന് ആനന്ദു കൃഷ്ണന് ലഭ്യമായിട്ടുള്ളത്. ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചവരെ ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെയോടുകൂടി ഈ കസ്റ്റഡി അവസാനിക്കുകയും ചെയ്യും. അതേസമയം തന്നെ ആനന്ദു കൃഷ്ണൻ്റെ വിവിധ ഓഫീസുകളിൽ കൂടുതൽ പരിശോധനകൾ നടത്താനും അന്വേഷണ സംഘം തയ്യാറായിട്ടുണ്ട്. പ്രധാനമായും അനന്തുവിൻ്റെ ഉടമസ്ഥതയുള്ള കടവന്ത്ര സോഷ്യൽ ബി വെഞ്ചേഴ്സ്, ഒപ്പം തന്നെ കളമശ്ശേരിയിലെ പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻസ്, ഒപ്പം ചിറ്റേറ്റുകര ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷൻ എന്നിവിടങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ ലാലി വിൽസന്റെ പങ്കുമായി ബന്ധപ്പെട്ടും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഏകദേശം 46 ലക്ഷം രൂപ ഈ ലാലി വിൽസണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് വിവിധ കാലഘട്ടങ്ങളിൽ, അതായത് ഏകദേശം 5 വർഷമായി ലാലി വിൽസണിന് വക്കീൽ ഫീസായി നൽകിയതാണ് എന്ന ഒരു വാദമാണ് നിലവിൽ നിലനിൽക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളും നിലവിൽ നടന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. മനു ആൻഡ് വിൻഷ.